അടിപൊളി വ്യൂ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ റൂമാണ്, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള റൂമാണ്. ഇവിടുത്തെ ഒരു വ്യൂ വാ രാവിലെ മാഷാ അല്ലാഹ് അടിപൊളി കേട്ടോ. അത് നോക്ക്, ഞാൻ കുറച്ച് പിക്ചറുകൾ മാത്രമേ ഇതുപോലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തേലും അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അടിപൊളി നല്ലൊരു വ്യൂ ആണ്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല വിശാലമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും ഇതാ ഇതുപോലെ ഒരു ഡ്രിങ്ക്സിനൊരു കോർണർ ഉണ്ടാവും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി. ഇവിടെ എല്ലാം അല്ല, കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് നടന്ന് കാണാനുള്ളുണ്ട്. ജുമാന വായിക്കൂടെ പുക വരുന്നത് ഇട്ട് കളിക്കുകയാണ്. ഇത് നോക്ക്, ഇതിലേ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗൈഡ്. രാവിലെ എണീറ്റ് നടക്കാൻ പറഞ്ഞാണേ, പക്ഷെ നമ്മളിപ്പോഴാണ് ഇറങ്ങുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ആണെങ്കിൽ മഞ്ഞൊക്കെ മൂടി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അവിടെ പരിചയമുള്ളവർക്ക് മാത്രമേ എവിടെയാണ് ഇത് എന്നൊക്കെ കരുതി നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം മഞ്ഞിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവിടെ കുറച്ച് ലോക്കൽസ് നിൽപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വെക്കോ, നമ്മൾ അവിടെ നിന്ന് സ്ലിപ്പായി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ യാത്ര നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം ചെല്ലുന്നപ്പോഴേക്കും ഒരു ഫുഡ് കോർട്ടിൽ കയറിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മൾ ഇനി അടുത്ത് എത്തേണ്ട സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണ് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെവാന വാങ് മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ താമസിച്ചിരുന്നിടത്ത് നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പോകും വഴി നമുക്ക് നല്ല കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇലകൾ കൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളും കൂടാതെ മഞ്ഞിനാൽ പൊതിഞ്ഞ് കിടക്കുന്ന മലനിരകളും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അതിലൂടെ നല്ല റോഡുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു യാത്ര അതിമനോഹരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകും വഴിയൊക്കെ നമ്മൾ ചെറുതായിട്ട് നിർത്തി ഒന്ന് ഇറങ്ങി എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലേക്ക് പോകുന്നൊരു സ്ഥലമാണ് നമ്മളിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു യാത്രയുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും എന്താണ്ട് ഈ ഒരു തിക്നെസ്സിൽ മഞ്ഞ് പിന്നെ കാണാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൈഡ് നമുക്കിവിടെ നിർത്തി തന്നിട്ട് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ടിക്ടോക്കിലൊക്കെ ആണെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ യൂട്യൂബിലൊക്കെ പല പോർട്രേറ്റിലും അല്ലാതെ ലാൻഡ്സ്കേപ്പിലും ഒക്കെ ആയിട്ട് ആൾ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ ഓരോരുത്തരും പറയുന്നതനുസരിച്ച് നമുക്ക് ഫോട്ടോസും ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെ ആയിട്ടുണ്ടായിരുന്നു ആൾ. ഗോകുലൻ എന്നായിരുന്നു കേട്ടോ ആളുടെ പേര്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾ അർമേനിയയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഒരു ട്രാവൽ ഏജൻസി പോലെ അവർ നടത്തുന്നുണ്ട്. അവർക്ക് ഇൻസ്റ്റയുണ്ട്, ഡോഫ് ഹോളിഡേയ്സ് എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അർമേനിയയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. മലയാളി ഗൈഡുകളാണ് അവർ. ഈ ഡോഫ് ഹോളിഡേയ്സ് നടത്തുന്നത് കുറച്ച് MBBS പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികൾ കൂടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി പോലെ ഗൈഡ് പോലൊക്കെ ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാണ്ടെ അവർ അവിടെ ആണെങ്കിൽ ഡോക്ടർമാരായി എങ്കിലും അവർ ദാണ്ടെ ഇവിടെ ഗൈഡായിട്ടും അവിടെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് സെവാൻ ലേക്കാണ് കേട്ടോ. സെവാൻ ലേക്ക് ഇവിടുത്തെ ഒരു ലാർജ് ലേക്കാണ്. കൂടാതെ തന്നെ ഇത് സീ ലെവലിൽ നിന്നും 2 കിലോമീറ്റർ മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സെവാന വാങ് മൊണാസ്ട്രിയിൽ നിന്നും നമുക്ക് അതിൻ്റെ ഒരു പനോറമിക് ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് കേട്ടോ. കുറച്ച് നടന്ന് ഹൈറ്റിലേക്ക് കയറാനുണ്ട് ഈ ഒരു മൊണാസ്ട്രിയിലേക്ക്. അപ്പം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്രീത്തിങ്ങിന് നല്ലൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
നമുക്കത് ഇതുപോലെ കല്ലിൽ കൊത്തിയിട്ടുള്ള കുറേ പ്രാചീന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. താണ്ടേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലേക്ക് സെവൻറ്റ് അവിടെ നിന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് താഴേക്ക് എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ഫുഡ് കോർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ ഫുഡുകളെല്ലാം തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ താണ്ടെ ഈ ഒരു ചിക്കൻ വിങ്സ് ഒരു സോസിൽ വരുന്നതും കറിയും റൈസും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മീറ്റ് ബോൾസ്, സ്മാഷ് പൊട്ടറ്റോസ്, അങ്ങനെ കുറേ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മുടെ യാത്ര. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദിലിജൻ നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പം അവിടെ ആണെങ്കിൽ റോപ്പ് വേ ഒക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡായിട്ടുള്ള ഗോകുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ ഇതുവരെ ഒരു റോപ്പ് വേ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വലിയൊരു റോപ്പ് വേ ആണ്. ദണ്ട ആ ഒരു റിവറിൻ്റെ മുകളിൽ കൂടാണ് അത് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാലും എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തരുകയാണ്. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ജാബുട്ടനും ജുമിയൊക്കെ നാട്ടിൽ പോയ സമയത്ത് അവർ ചെറിയൊരു റോപ്പ് വേ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ജുമി നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൾ റോപ്പ് ബ്രിഡ്ജിലാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷേ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനുള്ളൊരു പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ജാബിയായിട്ട് റോപ്പ് വേയിലാണ് പോകുന്നത്. അവൾ റോപ്പ് ബ്രിഡ്ജിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സമയം കഴിയാറായി. അപ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. എനിക്കിതെല്ലാം പേടിയുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് ഇത്രയും വലിഞ്ഞ് മുകളിൽ കയറിയതിന് ശേഷം വേണം നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആദ്യം ജുംച്ചി വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം ജുംച്ചി പതുക്കെ കയറാൻ വേണ്ടി പോവാണേ. അപ്പം അവൾക്കൊരു പേടിയില്ല കേട്ടോ. അവൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇതുപോലത്തെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജുമ്മി പോയി. ആദ്യം ജാബട്ടനെയാണ് കേട്ടോ കയറ്റി വിട്ടത്. അവൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പം ഞാൻ പോയി നോക്കി നിന്നു. അപ്പം നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ ഒരാളെ അപ്പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് തള്ളിയാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ എന്തായാലും ജാബുട്ടൻ്റെ കൂടെ തന്നെ ഞാനും വലിഞ്ഞ് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. കമ്പിയുടെ ഞാൻ ഉദ്ദേശിച്ചത്രയും ഒരു രസം ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും. കാരണം നമ്മൾ നോർമൽ സ്റ്റെപ്സ് പോലെയല്ല, കമ്പി മാത്രമാണ് ഏണി വെച്ച് കയറുന്ന പോലെ. അപ്പോൾ എന്നാലും ജാബുട്ടൻ പോയി. ജാബുട്ടൻ നല്ല കൂളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നെ പൊക്കി വിടാൻ നേരത്ത് ഞാൻ കുറച്ച് അവരുമായിട്ട് ടൈം കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഒരുവിധം സ്റ്റെപ്പ് കയറി ജാബുട്ടൻ അങ്ങ് എത്തിയിട്ട് ഞാനങ്ങ് സ്റ്റെപ്പ് കയറി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവരെന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പേഷ്യൻസ് ഉണ്ട് കേട്ടോ അവർക്ക്. ഞാൻ കുറേ സമയങ്ങൾ അങ്ങനെ കളഞ്ഞു. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഗ്ലാമ്പിംഗ് പാർക്ക് ഹോട്ടൽ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അതിമനോഹരമായിട്ടുണ്ട്. നമ്മളെ ഒരാൾ വെൽക്കം ചെയ്യുന്ന കണ്ടില്ലേ. ഇവിടുത്തെ എല്ലാമാണ് കേട്ടോ ആ കാണുന്ന ആള്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. വരുന്ന വഴി തന്നെ നമ്മൾ ഇതാണ്ട് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രഷ് ആയിട്ട് തന്നെ മാക്സിമം സ്പൈസിയിൽ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊതുവേ എല്ലാത്തിനും എരിവ് കുറവല്ലേ. അങ്ങനെ തന്നെ ഫുഡും കിട്ടി. നമ്മൾ പ്രൊജക്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പ്രൊജക്ടറൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ ഫുഡും കഴിച്ച് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇന്ന് കുറേ ടയർഡായിട്ടുണ്ട് കേട്ടോ. യാത്രയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ളതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. നമ്മുടെ സെക്യൂരിറ്റി വെളിയിൽ കണ്ടില്ലേ, ആളതിൽ ഒരു പൂച്ച പോയാൽ പോലും കുറച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്ന കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവനെയും നോക്കിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.